അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഗൂഗിൾ I/Oയിൽ ലോഞ്ച് ചെയ്ത ചില കിഡ്ലൻ AI ടൂൾസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഓപ്പൺ എയുടെ ChatGPTയും അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റിനെയൊക്കെ മലർത്തിയടിക്കുന്ന തരത്തിലുള്ള കിഡ്ലൻ ഫീച്ചേഴ്സുള്ള നല്ല എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള കുറച്ച് AI ടൂൾസ് ഗൂഗിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ചിലത് അനൗൺസ് ചെയ്തിട്ടുണ്ട്, ചിലത് റിലീസ് ചെയ്തിട്ടുണ്ട്, ചിലത് ഇപ്പോൾ ഡെവലപ്പർ പ്രിവ്യൂ അവൈലബിൾ ആണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 3 ടൂൾസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ ഗൂഗിൾ ബീം എന്ന് പറഞ്ഞ പുതിയൊരു ടൂൾ വന്നിട്ടുണ്ട്. അത് സാധാരണ ഇത് വീഡിയോ കോൺഫറൻസിങ് ടൂളാണ്. ഇത് AI ഫസ്റ്റ് വീഡിയോ കോൺഫറൻസിങ് ടൂളാണ്. സാധാരണ നമ്മൾ വീഡിയോ കോൺഫറൻസിങ് ചെയ്യണം ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ടീംസിലോ സൂമിലൊക്കെ ചെയ്യുന്ന സാധാരണ വെബ് ക്യാം വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോയിൽ കണ്ടാൽ സംസാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അപ്പുറത്തിരിക്കുന്ന ആളുടെ ഇമേജിനെ ഒരു 3D മോഡലാക്കി മാറ്റിയിട്ട് ഫ്രണ്ടിൽ നമ്മുടെ മുമ്പിൽ ഒരു ഹോളോഗ്രാം പോലെ ഏകദേശം ഒരാൾ ഫ്രണ്ടിൽ ശരിക്കും വന്നിരിക്കുന്ന ഒരു 3D മോഡലായിരിക്കും കാണാൻ പറ്റുന്നത്. അത് ചെയ്യാനായിട്ട് ഗൂഗിളിൻ്റെ തന്നെ ഒരു 6 ക്യാമറാസ് ഉപയോഗിക്കുന്ന ഒരു ഹാർഡ്വെയർ സിസ്റ്റം ഉണ്ട്. അത് അപ്പുറത്തിരിക്കുന്ന ആളുടെ ഒരു 2D ഇമേജ് എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ക്യാമറാസ് ഉപയോഗിച്ചിട്ട് 3D മോഡലാക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ബേസിക്കലി നമുക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ അപ്പുറത്തൊരാൾ നേരിട്ടിരുന്ന് സംസാരിക്കുന്ന പോലെ കാണാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോ കോൺഫറൻസിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്നോളജി കംപ്ലീറ്റ്ലി റെവല്യൂഷനൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പുതിയ ഫീച്ചറാണ് വന്നിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ നമ്മളെല്ലാവരും ഇനിയിപ്പോൾ ഈ ഒരു മെത്തേഡിലായിരിക്കും ഫ്യൂച്ചറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഗൂഗിളിൻ്റെ പുതിയ ആൻഡ്രോയിഡ് XR എന്ന് പറഞ്ഞ ഗ്ലാസ്സസ് ആണ്. ഈ ഗ്ലാസ്സസ് എന്ന് പറഞ്ഞ സംഭവം, അതായത് ഒരു VR ഗ്ലാസ്സസ് മുതൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഒരു ചലനം ഉണ്ടാക്കി വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഗൂഗിൾ ഗ്ലാസ് ആണ് 2012 ലോഞ്ച് ചെയ്തത്. അത് ഏകദേശം ഒരു മെഗാ ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ആപ്പിളിൻ്റെ വിഷൻ പ്രോ ഇത് ഭയങ്കര ബൾക്കിയാണ്, അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഗൂഗിളിൻ്റെ ഈ പറയുന്ന ആൻഡ്രോയിഡ് XR എന്ന് പറഞ്ഞ ഗ്ലാസ്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സാംസങ് ആയിട്ട് പാർട്ണർ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്തൊരു മൈക്രോഫോൺ ഉണ്ട്, ഇതിൻ്റെ അകത്ത് 2 സ്പീക്കേഴ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു ക്യാമറ ഉണ്ട്, അതുകൂടാതെ ഇൻ ഗ്ലാസ്സിലുള്ള ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ലൈവ് സ്ട്രീം ചെയ്യണമെന്നെങ്കിൽ വെറുതെ അവിടെ പോയി നിന്നേച്ചാൽ മതി. ഇത് ക്യാമറ അതിൻ്റെ അകത്ത് ലൈവ് സ്ട്രീം ചെയ്തോളും. നമുക്കിപ്പോൾ ജെമിനായി വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് അറിയണമെന്ന് വെറുതെ സംസാരിച്ചാൽ മതി. അത് AI അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ റിസൾട്ട്സ് നമ്മൾ ചെവിയിൽ കേൾപ്പിച്ച് തരും. അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് നാവിഗേഷനൊക്കെ പ്രത്യേകിച്ച് ഒരിടത്തേക്ക് നോക്കാതെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഇൻസ്ക്രീൻ ഡിസ്പ്ലേയിൽ തന്നെ നമ്മുടെ സാധാരണ വിഷനെ ബാധിക്കാത്ത രീതിയിൽ തന്നെ അതിൻ്റെ നാവിഗേഷൻ ആരോസൊക്കെ കാണിച്ചു തരാൻ പറ്റും. അങ്ങനെ എല്ലാതും ഒരു VR AR ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഒരു ഇതിൻ്റെ അകത്ത് ഗൂഗിൾ ലെൻസും ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമുക്കിപ്പോൾ എന്തൊരു സാധനം കണ്ടിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അത് ഓർഡർ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള വില അറിയണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നോക്കിയിട്ട് വെറുതെ ജെമിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വരും. അപ്പോൾ ഇത്രയും കാലം ഈ ഒരു ഗ്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള VR ഗ്ലാസ്സസ് അല്ലെങ്കിൽ VR ഹെഡ്സെറ്റൊക്കെ അത്ര ഭയങ്കര ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഗൂഗിൾ കൊണ്ടുവരുന്നതുകൊണ്ടും അത് മാത്രമല്ല ഇതിന് മുമ്പുള്ള ഗൂഗിൾ ലെൻസിലുണ്ടായിരുന്ന പ്രോബ്ലംസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് ആളുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. സോ ലുക്ക് ഔട്ട് ഫോർ ദിസ് പ്രോഡക്റ്റ്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റിൽ ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന റിയൽ ടൈം ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഒരു ടൂളാണ്. കാരണം ഗൂഗിൾ മീറ്റിൽ നമ്മളിപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് വേറൊരു ഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ റിയൽ ടൈം ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പാനിഷും ഇംഗ്ലീഷും തമ്മിലുള്ള ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് സ്പാനിഷാണ് അറിയുന്നതെങ്കിൽ എനിക്ക് ഇംഗ്ലീഷിനെ അറിയാൻ പറ്റുന്നെങ്കിൽ ഞാനിപ്പോൾ ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കേൾക്കുന്നത് ഞാൻ ഓല കൊമസ്താസ് എന്ന് പറയുന്നതായിരിക്കും. അതായത് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് ഓട്ടോമാറ്റിക്കലി സ്പാനിഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എൻ്റെ വോയിസിൽ തന്നെ ഇമ്മീഡിയറ്റ്ലി അവിടെ പറഞ്ഞു കേൾപ്പിക്കും. Hi Camilla, let me turn on speech translation. It's nice to finally talk to you. Es bueno hablarte finalmente. No puedo esperar a alquilar tu casa. Te vas a divertir mucho y creo que te va a encantar. You're going to have a lot of fun and I think you're going to love visiting the city. The house is in a very nice neighborhood and overlooks the mountains. അപ്പോൾ നമ്മൾ റിയൽ ടൈം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. 2 ഭാഷയിൽ സംസാരിക്കുന്നതാണെങ്കിൽ ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് അത് സ്പാനിഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അതിൽ അവിടെ ഇരിക്കുന്ന ആൾ സ്പാനിഷിൽ സംസാരിച്ചാൽ അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് അയാൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇത് റിയൽ ടൈമാണ് സംഭവിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഡിലേ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഇതൊരു റെവല്യൂഷനൈസ് ചെയ്യുന്ന എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഒരു ടെസ്റ്റിംഗ് ഫേസിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷും സ്പാനിഷും മാത്രമാണ്. പക്ഷേ ഗോയിങ് ഫോർവേഡ് ഇന്ത്യൻ ലാംഗ്വേജസും ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജസും. ഇതുകൂടാതെ ഒരുപാട് ഇപ്പോൾ മ്യൂസിക് ജനറേറ്റ് ചെയ്യുന്നതായിട്ടും പിന്നെ ജെമിനായുടെ 2.5 പ്രോ വേർഷനും ജെമിനായുടെ ഫ്ലാഷ് വേർഷനും ഒരുപാട് പുതിയ ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ AIയുടെ ഒരു പ്രോഗ്രസ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ChatGPT ആണോ ജെമിനായി ആണോ അതോ കോപ്പൈലറ്റാണോ യൂസ് ചെയ്യണമെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇതുവരെ നിങ്ങൾ AI ടൂൾസ് ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് യൂസ് ചെയ്ത് തുടങ്ങാം. കാരണം ഫ്യൂച്ചറിൽ AI ഉപയോഗിച്ചായിരിക്കും മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ AI ടൂൾസ് ഉപയോഗിച്ച് ശീലിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ ആളുകൾ AI ടൂൾസ് അറിയാവുന്നവർക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ChatGPT അല്ലെങ്കിൽ ജെമിനി അല്ലെങ്കിൽ കോപ്പൈലറ്റ് എങ്കിലും യൂസ് ചെയ്ത് തുടങ്ങുക. അതിൻ്റെ ഒപ്പം തന്നെ ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്ന എല്ലാ AI ടൂൾസും ഫ്രീ ആയിട്ടുള്ളതും അല്ലാത്തതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോയിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.